പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. കഴിഞ്ഞ 7 മാസത്തിൽ പരമായി കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിന്റെ ദാസൻ എല്ലാ തേഴ്സ്ഡേയിലും ഒരു മുടക്കവും വരാതെ, ഒരു ചേഞ്ച് പോലും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുവാൻ ദൈവം തന്നെ സഹായിച്ചു. നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ മാസം കൊണ്ട് നമ്മുടെ ഈ സെമിസ്റ്റർ നമ്മളിവിടെ നിർത്തുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ദൈവം സഹായിച്ചാൽ അടുത്ത ദിവസങ്ങൾ അത് കൊടുക്കും. ദൈവം സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും നടത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ദാസന്റെ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം എല്ലാം നന്നായി ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ബ്രദർ ബിനു അബുദാബിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് ദൈവം സഹായിക്കട്ടെ. താൻ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ പ്രാർത്ഥിക്കും. ബിനു ബ്രദർ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം കർത്താവെ ഞങ്ങളെ നടത്തി പരിപാലിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശത്തെല്ലാം കർത്താവെ വളരെ പ്രയാസകരമായൊരു അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നു. എങ്കിലും എൻ്റെ കർത്താവ് ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അനേകർ കിലോമീറ്റർ കടന്നുപോയപ്പോൾ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഹാലലുയ ലാലു പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. അനേക വർഷങ്ങൾ ഖത്തറിന്റെ പ്രദേശത്ത് കർത്താവ് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാം കർത്താവ് നിന്റെ മകനെ എടുത്ത് ഉപയോഗിച്ചു. ഇപ്പോഴും കർത്താവെ ഹാലലുയ അനേക ക്യാമ്പുകളിൽ പോയി അനേകരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികൾക്കായെല്ലാം സ്തോത്രം ചെയ്യുന്നു. അപ്പ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ആൻഡ്രൂസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവസം 3ഉം 4ഉം ക്ലാസ്സുകളായി കർത്താവെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായി കർത്താവെ പല രാജ്യങ്ങളിലുമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മകന്റെ കർത്താവെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്കൊരു ആശ്വാസമായി കർത്താവെ ഹല്ലേലൂയ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ എടുത്ത് ഉപയോഗിക്കണമേ. ഈ വാർദ്ധക്യത്തിലെ സമയത്തിലും കർത്താവ് കൂടിയിരുന്ന് നിന്റെ മകനെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കണമേ കർത്താവെ. അതേ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള കർത്താവെ ഒരു വലിയ കർത്താവെ ആ സ്വർഗത്തിലെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾവിക്കാരെ പോലെ ഇരിപ്പാനല്ല കർത്താവ്, ഇത് കേട്ട് അതിന് പ്രകാരം ഒരുക്കി ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണം. പ്രത്യേകിച്ച് ഇത് അനേകർക്ക് പകർന്നു കൊടുപ്പാനും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ് സമർപ്പിക്കുന്നു കർത്താവ്. അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവകൃപയിൽ ഞങ്ങൾ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ട് കർത്താവരെല്ലാം ഏൽപ്പിക്കുന്നു. താഴ് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ ബിനു. വളരെ വർഷക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദോഹയിലായിരിക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല സഹോദരനാണ്. ഇപ്പോൾ താൻ അബുദാബിയിലായിരിക്കുന്നു. ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് കാണാൻ ഇടയായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. വളരെ അനുഗ്രഹത്തോടെ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് തന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. സ്തോത്രം. ദൈവം തന്നെ സഹായിക്കട്ടെ. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 31ാമത്തെ ലെസണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് കയറുന്നേ ഒരു 4 മിനിറ്റേ ആയുള്ളൂ. പെട്ടെന്ന് ഓടി വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് സ്തുതിക്കുന്നു. അദ്ദേഹത്തെ എനിക്ക് വളരെ അഭിമാനത്തോടാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഞങ്ങൾ ഡൽഹിയിലൊക്കെ ആയിരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം അന്ന് വളരെ തീക്ഷ്ണമുള്ളവനായിരുന്നു. അതുപോലെ പാസ്റ്റർ ഷാജി ദാനിയേൽ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം അനേക വിഷയങ്ങളുടെ നടുവിൽ ചുമതല വഹിപ്പാൻ, പ്രസ്ഥാനങ്ങൾ ചുമതല വഹിപ്പാൻ, പ്രത്യേകിച്ച് അഹേപ്പ ബൈബിൾ കോളേജ് ഇത്രയും അനുഗ്രഹമാക്കി കൊണ്ടുപോകാൻ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ദർശനത്തിനും പാസ്റ്റർ ലാഡിന് കൊടുത്ത ദർശനത്തിനുമായി സ്തുതിക്കുന്നു. ബിനു ജോസഫ് എൻ്റെ പഴയ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം എൻ്റെ പല പ്ലാറ്റ്ഫോമിൽ വന്ന് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അവർ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ കൂടെ വന്ന് 2 ആഴ്ച അത് അറ്റാൻഡായി താമസിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സന്ദർഭങ്ങളായിരുന്നു. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ സഹോദരി സഹോദരന്മാരും ഓർത്ത് സ്തുതിക്കുന്നു. ബൈബിൾ വായനയിൽ സഹായിക്കുന്ന സഹോദരിമാർ ഒരു വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു. ഇനിയും
ഇന്നലെ ആരും പാസ്റ്റർ എന്നെ വിളിച്ച് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. കാരണം എനിക്ക് രാത്രിയും പകലും ഒക്കെ അത് മീറ്റിംഗ് ആയതുകൊണ്ട് വേറൊരു ലോകത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അത് അടുത്ത ആഴ്ച തൊട്ട് നിങ്ങളെ അവിടെ കാണാൻ ഇല്ലല്ലോ എന്നുള്ള ഒരു ചെറിയ സങ്കടം മാത്രമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ബൈബിൾ കോളേജ് അത് വലിയ അനുഗ്രഹമായിരുന്നു. അത് നിങ്ങളെ ഇത്രത്തോളം ദൈവദിനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ 3 അധ്യായം തീർക്കാൻ ഒക്കാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. അത് ആ അധ്യായം കൂടെ തീർത്തെങ്കിലേ എനിക്കൊരു എക്സാം ഇട്ട് നിങ്ങൾക്കൊരു പ്രതിഫലം തരാൻ ഒക്കത്തുള്ളായിരുന്നു. ഇന്ന് ആണ് തീരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചെറിയ സങ്കടം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ പെർഗമോസ് സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെർഗമോസ് സഭയെക്കുറിച്ച് 2 ക്ലാസ്സിനോടുള്ള ആ വിഷയങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ സഭയെക്കുറിച്ച് ഇന്ന് പഠിപ്പിച്ച് തീർക്കാൻ തക്കൊണ്ട് ഞാൻ നോക്കട്ടെ. ദൈവത്തിന് അടുത്ത ആഴ്ച ഒരു ക്ലാസ് എടുക്കാം. അടുത്ത ആഴ്ച ഉണ്ടോ? ഒരു ദിവസം കൂടെ 31 മുമ്പ് പാസ്റ്റർ ഡേറ്റ് ഒന്ന് മാറ്റിയാൽ മതി. തിങ്കളോ ചൊവ്വായോ തിങ്കളാഴ്ച എടുക്കാം. അല്ലെ, എനിക്ക് മറ്റു ക്ലാസ് ഉണ്ട്. എനിക്ക് വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ ഫ്രീ. നമുക്കത് ചിന്തിക്കാം. ഞാൻ വിളിച്ചോളാം പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആരാ വായിക്കുന്നത്? എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവന്റെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെല്ലാം നിങ്ങളുടെ മുഖം കാണുന്ന സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കാൻ തക്കണം. ഒരു 76 വയസ്സുള്ള വയസ്സെന്നുള്ള നിലയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ആരും മറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പെർഗമോസ് സഭയെക്കുറിച്ച് ചിന്തിക്കാൻ നോക്കിയിട്ട് 3 ആഴ്ച കൂടുതലായി. ഇവിടെ പെർഗമോസ് സഭ 2-3 അധ്യായങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് സഭ ഈ ഭൂമിയിൽ എങ്ങനെയാണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന 2 അധ്യായങ്ങളാണ് 2-3 അധ്യായങ്ങൾ. 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന് വെളിപ്പെടുന്നതും എഴുതുക എന്ന് പറഞ്ഞ് നീ കണ്ടത് എന്നുള്ള വിഷയത്തെ അടങ്ങിയിരിക്കുന്ന വിഷയമാണ് 1-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 3 ഭാഗമായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. മറന്നുപോയില്ലേ? 1-ാം അധ്യായം 19-ാം വാക്യം, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. 1-ാം അധ്യായത്തിലാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നീ കണ്ടത്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന വിഷയമാണ് 2-3 അധ്യായങ്ങൾ. ഇനിമേൽ സംഭവിപ്പാൻ പോകുന്ന വിഷയങ്ങളാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. അവിടേക്ക് നമുക്കൊന്നും തൊടാൻ തക്കവണ്ണം സാധിച്ചില്ല. എൻ്റെ വെളിപ്പാട് പുസ്തകം ക്ലാസ് എന്ന് പറഞ്ഞാൽ 366 ലെസനാണ്. അത് ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് ഈ ക്ലാസ്സുകളെടുത്ത് ആ ലെസൺസ് കുറച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ടും എനിക്ക് ഇവിടം വരെ തീർക്കാൻ തക്കവണ്ണം സാധിച്ചുള്ളൂ. അതായത് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥവും ഒരു നിലയിലും സംശയം ഉണ്ടാക്കാത്തക്ക നിലയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇന്ന് തൂലിക TV എടുത്ത ക്ലാസ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ നിൽക്കുന്ന 144,000 പേരെ കുറിച്ചായിരുന്നു. മലങ്കര ക്രിസ്ത്യൻ ചർച്ചില് 17-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ചയിൽ. അപ്പം വളരെ എത്രയോ നാളുകളായി ക്ലാസ്സുകൾ എടുക്കുന്നു. അവർക്ക് ഓരോരുത്തർ നോട്ട് തയ്യാറാക്കിയിട്ട് ഞങ്ങളുടെ പുസ്തകം എഴുതിക്കോട്ടെ എന്ന് വരെ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ആഴമായിട്ട് പഠിച്ച് മുൻപോട്ട് വേണം വെളിപ്പാട് പുസ്തകം പോകാൻ. ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ ദൈവസന്നിധിയിൽ നിന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് വളരെയധികം നേരെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തോട് വലിയൊരു പോരാട്ടം ശാസ്ത്രനുണ്ട്. അത് മുടക്കിക്കളമാൻ തക്കണം നോക്കും. ഇന്ന് വരെ ഈ ക്ലാസ് എന്നെ ഏൽപ്പിച്ച സമയം മുതൽ ഒരു ക്ലാസ് പോലും മുടക്കാതെ ടൈമിന് കയറുക, ടൈമിന് നിർത്തുക ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് പെർഗമോസ് സഭയിൽ കർത്താവായ യേശു ക്രിസ്തു ദൂത് സംസാരിക്കുന്നത് മൂർച്ചയേറിയ ഇരുവായുത്തലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത് എന്നും, അതിൻ്റെ അടുത്ത വാക്യം 13-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് ദൈവം അറിയുന്നതും നീ എവിടെ പാർക്കുന്നു എന്നുള്ളതും
സാത്താൻ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന ഇടത്താണെന്നും അവിടെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ നിഷേധിക്കാതെ അത് നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചു എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ച വിഷയം അവരെ കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട് നിന്ന സഭ 2 പ്രധാനപ്പെട്ട കുറ്റമാണ് പറഞ്ഞത്. അത് ബിലെയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്കമായിട്ടേ പറഞ്ഞുള്ളൂ. അത് ഇനിയും അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് പറഞ്ഞു. ആ ഉപദേശം എന്താണ്? ദുർനടപ്പാചരിക്കേണ്ടതിനും പിന്നെ അത് വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും. അതാണ് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സംഖ്യാപുസ്തകം 22, 23, 24, 25 ഈ 3 അധ്യായങ്ങളിലാണ് ബിലെയാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവിക ദർശനം നഷ്ടപ്പെട്ട് ഒരു നദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന അവരെ ബിലെയാമിനെ മോവാബ്യ രാജായ ബാലാക്ക് ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പാൻ അല്പസമയം മാത്രമേ ഉള്ളൂ. അത് ഇവർ വന്ന് മോവാബ് ദേശത്ത് നിരന്നിരിക്കുന്ന കണ്ടപ്പോൾ മോവാബ് പേടിച്ചു പോയി. ഇവരെ ഒന്ന് ശപിച്ച് ഇവരെ ഇല്ലാതാക്കാൻ തക്കവണ്ണം ബാലാക്ക് ആലോചിച്ചപ്പോൾ ബിലെയാം എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തുകാരൻ, നമ്മുടെ ഭാഷയിൽ പറയാണ്, അദ്ദേഹം ഒരു കാലത്ത് ദൈവകൃപ ഉണ്ടായിരുന്നു. അതേ പെന്തക്കോസ്ത് മഠത്തിൽ നല്ലൊരു ദൈവദാസനായിരുന്നു, പ്രവചനമൊക്കെ കറക്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ട് ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ താമസിച്ചപ്പോൾ ഇവനെ പിടിച്ചോണ്ട് വന്നാൽ ഇവരുടെ ഇടയിലെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവനെ അറിയാമെന്ന് വിചാരിച്ച് ബിലെയാമിനെ പിടിച്ചുകൊണ്ട് വന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 പ്രാവശ്യം ശപിക്കാൻ തക്കവണ്ണം 3 മലകളിൽ കയറ്റി നിർത്തിയിട്ട് അവന് ശപിക്കാൻ തക്കവണ്ണം ഒത്തില്ല. അവസാനം ബിലെയാം ബാലാക്ക് പറഞ്ഞ് എളുപ്പം പൊക്കോണം ആറ്റിക്കളയാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അവൻ ആകപ്പാടെ നിരാശപ്പെട്ടു പോയി. അപ്പോൾ ഒരു മലയുടെ ഭാഗത്ത് ആരും കേൾക്കാതെ ചെവിയിൽ പറഞ്ഞ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് പെർഗമോസ് സഭയിൽ വിളിച്ചു പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അത്? ഇസ്രായേൽ മക്കൾ ദുർനടപ്പാചരിക്കേണ്ടതിനും വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ഈ 2 കൂട്ടം കാര്യം നടന്നത് സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അതേ ഇസ്രായേൽ സിത്തീമിൽ പാർക്കുമ്പോൾ ബാൽ പെയോരിനോട് ചേർന്നു. ഇവൻ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്, ഈ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. ബാൽ പെയോരിനോട് ചേർന്ന് ഒറ്റക്കാര്യം ചെയ്താൽ മതി, ഇവരുടെ വിശുദ്ധി ഇപ്പോൾ കളയാം. കാരണം ഇവരെല്ലാം നല്ല വിശുദ്ധരാണ്, ഒത്തൊരുമിച്ച് നിൽക്കുന്നവരാണ്. രാജാവ് ഇവരുടെ കൂടെ ഉള്ളതിന്റെ കാരണം, പരിശുദ്ധനായ ദൈവം ഇവരുടെ കൂടെ ഉള്ളതിന്റെ കാരണം ഇവരുടെ ഇടയിൽ വിശുദ്ധിയുണ്ട്. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ പരിശുദ്ധനായ ദൈവം ഇരിക്കത്തുള്ളൂ. പരിശുദ്ധനായ ദൈവത്തെ ഒന്ന് പറഞ്ഞു വിടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം, ആരോടും പറയരുതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കേട്ടു. അതെന്താണ്? ബിലെയാമിന് പൈസയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എടുത്ത ഉപായമാണ്. ആ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് പെർഗമോസ് സഭയ്ക്ക് കൊടുത്ത കാര്യത്തിൽ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് കേട്ടു, ദൈവം കേട്ടു. വിഗ്രഹാർപ്പിതം തിന്നുവാൻ പെൺപിള്ളാരെ ഒരുക്കി അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അവിടെയുള്ള സുന്ദരി പെൺപിള്ളാരെ, ജാതീയ പെൺപിള്ളാരെ, മോബാബി പെൺപിള്ളാരെ, അതേ അർദ്ധനഗ്നരായി അതേ ലിപ്റ്റിക്കും ക്യൂട്ടിക്സും വളരെ ചീകി മിനുക്കി സുന്ദരികളെ അങ്ങോട്ട് ഇവരുടെ കൂടാരത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഓരോരുത്തരും അവരുമായിട്ട് ഇണയെല്ലാപ്പണ കൂടാൻ തുടങ്ങി. അതേ യൂത്തും ഒക്കെ കയറി അവരോട് സംസാരിച്ച് കൃത്യമായി സംസാരിച്ച് വിവാഹം കഴിച്ച് ആ പദമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരുത്തൻ, നിങ്ങൾ 25-ാം അധ്യായം വായിക്കുമ്പോൾ, ഒരുത്തൻ ഒരു പെൺകുട്ടിയെയും, ഒരു ഇസ്രായേലി യുവാവ് ഒരു പെൺകുട്ടിയെയും പിടിച്ചോണ്ട് അവന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിങ്കൽ ഫീനെഹാസ് എഴുന്നേറ്റ് ഒരു കുന്തമെടുത്ത് അവനെയും കുത്തിക്കൊന്നു കളഞ്ഞു. അങ്ങനെ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ ബാധ നിന്നു. ആ പെൺപിള്ളാര് വിഗ്രഹാർപ്പിതം, ബാലിന്റെ വിഗ്രഹാർപ്പിതം അതും കൊണ്ടുപോയി ഇവരുമായിട്ട് ഇണയെല്ലാപ്പനെയും കൂടി അവളുമാർ കൊടുത്ത അത് വിഗ്രഹാർപ്പിതം തിന്നുകയും ചെയ്തു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ഇണയെല്ലാപ്പണ കൂടെ ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ ദുർനടപ്പ് നടന്നു. ദൈവം അവരുടെ നടുവിൽ നിന്ന് പോയി. പരിശുദ്ധിയുള്ള സ്ഥലത്ത് ദൈവം നിൽക്കത്തുള്ളൂ. ദൈവമക്കളെ, വിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവം നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ള അതേ വിശുദ്ധി മാറ്റിയിട്ട് ഏതെങ്കിലും നിലയിൽ സഭ കൊണ്ടുപോകാൻ തക്കൊണ്ട് കൊണ്ടുവരുന്ന ദുരുപദേശകന്മാർ കടന്നു വരുമ്പോൾ നമ്മളവരെ അംഗീകരിക്കരുത്.
സഭാവിശുദ്ധിക്ക് വേണ്ടി നേരെ നിൽക്കണം. അതേ ദുർനടപ്പാചരിക്കേണ്ടതിനും അതേ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം അതാണ്. അവൻ പറഞ്ഞു ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അതിനൊത്തില്ല. ഒരു വാളുകൊണ്ട് അവൻ തകർക്കപ്പെടുകയായിരുന്നു. ശത്രുവിന്റെ വാളുകൊണ്ട് അവൻ വെട്ടേൽക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുണ്ട് വാക്കുകൂടെ പിന്നെ പറയാനുണ്ട്. ഞാൻ 4-5 വാക്യം വായിച്ചു. അതേ യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നു. അതേ ബലയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് അതേ യൂദ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസിന്റെ 2 പത്രോസിന്റെ ലേഖനത്തിലും പറഞ്ഞു അവൻ നേർവഴി വിട്ടു, വിഗ്രഹാർപ്പം തിന്നാത്തക്കൊണ്ട് ഉപദേശിച്ചു, അവൻ വഞ്ചിച്ചു. ഇതൊക്കെയാണ് യൂദ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതാണ്. ഇനി രണ്ടാമത് അവരിൽ വന്നിരിക്കുന്ന ദുരുപദേശം എന്താന്ന് ചോദിച്ചാൽ ഔവണ്ണം തന്നെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഔവണ്ണം തന്നെ നിക്കോലാവരുടെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ കൈക്കൊള്ളുന്നവർ അവിടെ നിനക്കുണ്ട്. നമ്മൾ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതേ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ല 2-ാം അധ്യായം നടപ്പു നീ പകയ്ക്കുന്നു. അല്ല 2-ാം അധ്യായം 6-ാം വാക്യം അത് തന്നെ. 2-6 വായിച്ചേ. നടപ്പു നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. നിക്കോലാവരുടെ നന്മ, നിക്കോലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന ഒരു നന്മയുണ്ട്. എഫെസോസ് സഭയിലും ഇതേ ഉപദേശം കൊണ്ട് ചില ആൾക്കാർ വന്നു. എഫെസോസ് സഭയില് അവരുടെ ആദ്യ സ്നേഹം വിട്ടുപോയി. എന്നാൽ ഈ ഉപദേശം കൊണ്ട് അവിടെ കടന്നു വന്നു. എന്നാൽ അവർ അതിനെ പകച്ചു പുറന്തള്ളി. എഫെസോസ് സഭയിൽ പെർഗമോസിന്റെ കാലഘട്ടമായപ്പോൾ, പെർഗമോസിന്റെ കാലഘട്ടം ആരംഭിച്ചത് AD 606 മുതലാണ്. AD 606 മുതൽ ആരംഭിച്ച ആ കാലഘട്ടത്തിൽ 1520 വരെയുള്ള ആ കാലഘട്ടത്തിൽ, അല്ല 312 മുതൽ 606 വരെ, അത് തുയത്തര സഭയാണ്. 606 മുതൽ 1520 വരെ. ഒന്നാമത്തെ സഭ AD 70 മുതൽ 107 വരെ എഫെസോസ്. അന്നാണ് ഈ നിക്കോലാവരുടെ നടപ്പ് അവിടെ കൊണ്ടുവരാൻ തക്കോണം നോക്കിയത്. രണ്ടാമത് സ്മുർണയുടെ കാലഘട്ടം 170 മുതൽ 312 വരെ. അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവർ തങ്ങളുടെ ജീവിതം സഭയെ കാത്തുസൂക്ഷിച്ച ഒരു സഭയാണ് സ്മുർണ സഭ. എന്നാൽ പെർഗമോസിന്റെ കാലഘട്ടത്തില് 312 മുതൽ 606 വരെയുള്ള കാലഘട്ടങ്ങളിൽ സഭാചരിത്രം പഠിച്ചു നോക്കിയാൽ ഈ ഉപദേശം അവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പിടിയായിത്തീർന്നു. ആരാണ് ഈ നിക്കോലാവ്യൻ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു. ഈ വാക്ക് ബോധ്യമായി സ്തെഫാനോസ്, ഫിലിപ്പോസ്, പെർഗരോസ്, നിക്കനോർ, നിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 2 പേരാണ് വായിക്കുന്നത്. ഒന്ന് അനു, രണ്ടാമത് ബിൻസി. നിങ്ങൾ മാറി മാറി വായിക്കണേ. രണ്ടും കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും തിരിയത്തില്ല. പേര് പറഞ്ഞാൽ മതി, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അല്ല, 6-ാമത് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എന്തും തിരിയോടെ. ഞാനിപ്പോ പൂനെയിലെ കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. ചിലരൊക്കെ ഇങ്ങനെ മീശം ചുറ്റിരുന്ന് കണ്ടു. അപ്പൊ ഞാൻ ഇവിടെ നോക്കി എത്ര മാന്യമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ വായിക്കുന്നത് 6-ാം അധ്യായത്തിൽ ഈ സഭയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാല് എബ്രായ ഭാഷക്കാരും യവനായ ഭാഷക്കാരും തമ്മിൽ പിറുപിറുത്തു. തങ്ങളുടെ വിധവമാരെ മേശയെങ്കിൽ അഗണ്യരായി വിചാരിച്ചു എന്നുള്ളതാണ് വിഷയം. അപ്പൊ അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് വന്ന സന്ദർഭത്തില് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ആയിരിക്കല്ലേ ചൂടിന്റെ കണക്കെന്തിയെ രസീത് എന്തിയെ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അകത്തൊന്നും രണ്ടുപടി കൂടുമ്പോഴേ അതിലൊന്നും കയറി നിങ്ങളോട് ഇടപെടാൻ ഒക്കത്തില്ല. നിങ്ങളിൽ തന്നെ ജ്ഞാനവും നല്ല സാക്ഷ്യവും വിവേകവുമുള്ള 7 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കാം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടതാണ് ഫിലിപ്പോസ്, സ്തെഫാനോസ്, മറ്റുള്ള 7 പേരെ. ആ കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു ഈ നിക്കോലാവ്യൻ. അവൻ അന്ത്യോക്യക്കാരനായിരുന്നു. കുറെ നാള് കഴിഞ്ഞപ്പോൾ അവന്റെ വിധം അങ്ങ് മാറി. കാരണം അവൻ കുറച്ച് ഒരു മഹാനായി ഇവരുടെ ഇടയിൽ. സ്തെഫാനോസ് ഒരു പ്രസംഗം ചെയ്ത് അവൻ രക്തസാക്ഷിയായിട്ട് മരിച്ചു. അതുകൊണ്ടൊരു പൗലോസായി. ഫിലിപ്പോസ് ഈ കൂട്ടത്തിൽ എല്ലാവരും കുശലിപ്പണിക്കാരായിരുന്നു. മേശയെങ്കിൽ സാമ്പാറൊക്കെ വിളമ്പി കൊടുക്കുന്നതായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. ഫിലിപ്പോസ് അത് ദൈവത്തിന്റെ സ്തെഫാനോസിന്റെ മരണത്തോടുകൂടി സഭ ചതറിപ്പോയ കൂട്ടത്തിൽ ഫിലിപ്പോസ് എഴുന്നേറ്റ് ശമരിയെ കടന്നുപോയി അവിടെ സുവിശേഷം അറിയിച്ച്
അവിടെ ഒരു സഭയുള്ളതായി. അതിനുശേഷം നിങ്ങൾ 21-ാം അധ്യായം അത് വായിച്ചു നോക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം വായിക്കുമ്പോൾ, ഈ ഫിലിപ്പോസിനോട് ശമരിയിൽ ശുശ്രൂഷിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് തെക്കോട്ടുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു, ഗസയ്ക്കുള്ള. അങ്ങനെ പോയപ്പോഴാണ് കന്നക്ക രാജ്ഞിയോട് ധനകാര്യമന്ത്രിയായ ഷണ്ണനെ കണ്ടുമുട്ടിയത്. തനിക്ക് വേണ്ടി പറയാമായിരുന്നു, ഞാൻ 4 പിള്ളേരുടെ കുഞ്ഞുങ്ങളാണ്, അദ്ദേഹത്തിന് 4 പെൺപിള്ളേരാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു സഭയായി വളർന്നു, നല്ല വരുമാനമുണ്ട്, ഇവിടെ തന്നെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് തനിക്ക് പോകാൻ ഒക്കത്തില്ലെന്ന് പറയാമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ഉടനെ താൻ എഴുന്നേറ്റ് അവിടുന്ന് പോയപ്പോഴാണ് കന്നക്ക രാജ്ഞിയോട് ധനകാര്യമന്ത്രിയായ ഷണ്ണൻ വരുന്നത് കണ്ടത്. തന്നോട് തേരിലിരിക്കണമെന്ന് പറഞ്ഞു. തേരിലിരുന്നു, സുവിശേഷം അറിയിച്ചു, ഷണ്ണനെ സ്ഥാനപ്പെടുത്തി. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിന് നമ്മുടെ ഭാഷ പറഞ്ഞ പ്ലെയിനിൽ അങ്ങ് എടുത്തുകൊണ്ട് പോയി. ആത്മാവ് എടുത്തുകൊണ്ട് പോയി. പിന്നെ അസ്തോദിൽ വെച്ച് കണ്ടു. ദൈവം പടിപടിയായി തന്നെ ഉയർത്താൻ തുടങ്ങി. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിച്ചെന്നാണ് വായിക്കുന്നത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവനെ ദൈവം മാനിച്ചു. അവന് ഇപ്പോൾ കൈസരയിൽ അവിടെ ആ ഫിലിപ്പോസിന് ഇപ്പൊ അവിടെ ഒരു ഭവനമുണ്ടായി കേട്ടോ. ഭവനമുണ്ടായി. നിങ്ങൾ ആ 21-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തോന്നുന്നു അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നു. അവന്റെ വീട്ടിൽ പല പ്രവാചകന്മാർ അന്ത്യോക്യയിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും കൂടെ ഉള്ളവരും വളരെ ദിവസം അവിടെ പാർത്തു. അപ്പൊ നോക്കണം, ദൈവദാസന്റെ വീടായി. അവന്റെ വീട്ടിൽ പാർത്ത് വായിക്കുന്നത്. അപ്പോൾ ദൈവദാസന്മാർക്ക് വീടുണ്ടാകുന്നൊന്നും തെറ്റില്ല, വീടായി. ഇനി അതുമാത്രമാണോ, അവന് 4 പെൺപിള്ളേരുള്ളത്. നിങ്ങൾ 4 പെൺപിള്ളേരുള്ളത്. അപ്പന്റെ ഭാരം എന്തുമാത്രം നിൽക്കണമേ. അതെല്ലാം ഇട്ടാണ് നല്ലൊരു സഭയുടെ ശുശ്രൂഷ വിട്ടിച്ച് അദ്ദേഹം പോയത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ, തന്നെ ആക്കിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ സുവിശേഷം അറിയിച്ചു. ഞാൻ വിചാരിക്കുന്ന കന്നക്ക രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായ ഷണ്ണനും ഇടയ്ക്ക് ആരാധനയ്ക്ക് അവിടെ വരും. നല്ല വരുമാനമായി നല്ലൊരു വീട് പണിതു. ദൈവദാസന്മാരുടെ വീട് പണിയുന്നുണ്ടെന്നും അസൂയപ്പെടരുത്. എനിക്ക് ഏറ്റവും സന്തോഷം അവന്റെ 4 പെൺപിള്ളേരും പ്രവാചകിമാരും. ആരിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മകനെ എന്നൊരു വിളിച്ച് പ്രവചിക്കുന്ന. അപ്പൊ ഫിലിപ്പോസ് ആ നിലയിൽ പോയി. നിക്കോലിയാവൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിവരിപ്പാൻ സമയമില്ല. എന്നാൽ നിക്കോലാവൻ അവന്റെ വിധം മാറി. അവൻ വിധം മാറിയിട്ട് സ്വയം തലവനായി. ദൈവത്തിന് സ്തോത്രം. സ്വയം തലവനായിട്ട് അവൻ അത് ദുരുപദേശം സഭയിൽ കൊണ്ടുവരാൻ തക്കൊണ്ട് തുടങ്ങി. അവന്റെ ദുരുപദേശം എന്താണെന്ന് ചോദിച്ചാല്, ലേവ്യ പൗരോഹിത്യം പോലെ ഒരു പ്രത്യേക നിലയിൽ നമ്മുടെ ശുശ്രൂഷന്മാരെ കൊണ്ടുവരണം കേട്ടോ. അത് ജനത്തെ കീഴടക്കി ഭരിക്കണം. ഐമേനികളും തിരുമേനികളും എന്നുള്ള നിലയിൽ, ഐമേനികൾ ക്ലർജി എന്നുള്ള നിലയിൽ ലേവ്യ പൗരോഹിത്യം പോലെ നമ്മുടെ സഭയിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഉപദേശം സ്ഥാപിച്ച് സഭ ലോകമയത്തിലേക്ക് കൊണ്ടുപോകത്തക്ക നിലയിൽ ജനത്തെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് നിക്കോലാവ്യൻ. സഭയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് പരിപാലനമാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ നമ്മള് കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 5:3. ഉന്മേഷത്തോടെയും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നിട്ടും കൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. നോക്കണമേ, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഇതൊരു പരിപാലനമാണ്. സഭാ ശുശ്രൂഷ പരിപാലനമാണ്. ആടുകളെ പരിപാലിക്കുക, ആടുകളെ കാസൂക്ഷിക്കുക. ആ പരിപാലന വരം എന്ന് പറഞ്ഞാൽ ആ നിലയിലാണ്, പരിപാലിച്ചു കൊണ്ടുകൊണ്ടാണ്. കർത്തൃത്വം നടത്തരുത്, പട്ടാളച്ചിട്ടം നടത്തരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കണം വിശ്വാസികളെ. ഞാൻ വലിയൊരു പാസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ നടന്നപ്പോ ഒരു അപേക്ഷ കിട്ടി. അതെ, ഞാൻ വലിയ പുരോഹിതനാണ്. പരിപാലനമാണ് ദൈവം സഭയെ കുറിച്ച്. കർത്തൃത്വം നടത്തുക. ദൈവത്തിന് സ്തോത്രം. അത് പഴയ നിയമത്തിൽ കർത്തൃത്വം നടത്തുമായിരുന്നു, അത് പാടില്ല. പരിപാലനം. 1 തിമോഥെയോസ് 3:5 ഒന്ന് വായിച്ചേ. 1 തിമോഥെയോസ് 3:5. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. കാരണം ഭക്തിയുടെ വേഷമാണ്, പരിപാലനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 12:28 വായിക്കുമ്പോൾ ദൈവസഭയിൽ ഒന്നാമന് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷ എന്നിവ നൽകുകയും ചെയ്തു. നോക്കണമേ, പരിപാലന വരം 1 തിമോഥെയോസ് 3:5 പരിപാലനമാണ്. സഭാശുശ്രൂഷ പരിപാലനമാണ്. അതിനെല്ലാം വ്യത്യാസപ്പെടുത്തി നിക്കോലിയാവൻ ഒരു വലിയ ആള് കളിച്ച് സഭയുടെ ഗതിയെ മാറ്റിക്കളഞ്ഞു. ആ ഉപദേശം ഇവർ അംഗീകരിച്ചെന്ന് പെർഗമോ സഭ
ആ ഉപദേശം അവർ അംഗീകരിച്ചു. അതിൻ്റെ അകത്ത് മാറി നിൽക്കുന്ന, ജയിച്ചു നിൽക്കുന്ന കുറെ പേരുണ്ട്. ഈ ഉപദേശങ്ങളിൽ ഒന്നും അകപ്പെടാതെ നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. 1 പത്രോസ് 5:3 നമുക്ക് 3:5 നമുക്ക് ഈ വിഷയം കാണുവാൻ തക്കണം കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ, ഞാൻ ഇനി കുറച്ച് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം, ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ മാനിക്കാത്ത കൊടിയ ചെന്നായ്ക്ക് നിങ്ങളുടെ അരികിൽ എഴുന്നേക്കും എന്ന് പ്രത്യേകം താൻ നേരത്തെ പ്രവചിച്ചതാണ്. അതുപോലാണ് ഈ ആസയിൽ ഉണ്ടായിരുന്ന ഈ സഭയിൽ വന്നിരിക്കുന്നത്. നിക്കോലാവ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിക്കാവോ ലാവോസ് എന്നീ 2 വാക്കുകളാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം കീഴടക്കുക, അധീനമാക്കുക എന്നർത്ഥം. ലാവോസ് എന്നതിന് ജനങ്ങൾ എന്നാണ്. നിക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിക്കാവോ എന്നതിന്റെ അർത്ഥം കീഴടക്കുക, അധീനമാക്കുക. ലാവോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ കീഴടക്കി ഭരിക്കുന്ന പുരോഹിതന്മാർ, ആന്മായക്കാർ, ലൈറ്റി, പുരോഹിതന്മാർ, ക്ലർജി, ഈ നിലയിലുള്ള സ്ഥാനമാനങ്ങൾ നിർമ്മിച്ചു വന്ന ഒരു കാലഘട്ടമാണ് 600 BC 312 മുതൽ 606 വരെ. സഭ ഈ കാലത്ത് അത് ജനങ്ങളുടെ മേൽ അധികാരം നടത്തുന്നവരായി തീർന്നു. സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സഭയ്ക്ക് ഒരു സാർവത്രിക ഭരണാധികാരിയെ നിയമിച്ചുകൊണ്ട് അതിന്റെ കീഴിൽ വിവിധ തുറകളിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുള്ള രീതി ആരംഭിച്ചത് ഈ കാലയളവിലാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. അത് എഫെസോസ് സഭയിൽ വന്നപ്പോൾ അത് അവർ അംഗീകരിച്ചില്ല. അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, വായിച്ചാട്ടെ, എഫെസ്യർ 4:11 മുതൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരെയും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശിഷ്യരുടെ ദൈവം സഭയിൽ ആക്കി വരിച്ചിരിക്കുന്ന ശുശ്രൂഷ വൃന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ശുശ്രൂഷ വൃന്ദത്തെ കുറിച്ച് നമ്മൾ അത് എഫെസോസ് സഭയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോസ്തലന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, ദൈവത്തിന് ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഇവരെല്ലാം ദൈവം തമ്പുരാൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ സഭയുടെ പരിപാലനം, ആടുകൾ, ഞാൻ കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ കർത്താവ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതിനാൽ നല്ല ഇടയൻ എന്നുള്ള പേര് സമ്പാദിച്ചു. വലിയ ഇടയൻ, എബ്രായർ 13:20, വലിയ ഇടയൻ എന്നുള്ള നിലയിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശ്രേഷ്ഠ ഇടയൻ 1 പത്രോസ് 5:4, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ശ്രേഷ്ഠ ഇടയൻ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. ദൈവം സഭയിൽ ഇടയന്മാരെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? മിലിറ്ററി ഭരണം നടത്താനല്ല, പരിപാലിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കരുതുക. ദൈവത്തിന്റെ സഭയിൽ തന്നെ മക്കളെ കരുതുന്നുണ്ടെന്ന് വിശ്വാസികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ അടച്ചുണ്ടാക്കാൻ പറ്റും? ദൈവത്തിന്റെ കൃപയാൽ ദൈവം എനിക്കൊരു പരിപാലനപരം തന്നുകൊണ്ടാണ് ഇത്രയും നാളും എനിക്ക് നിലനിൽക്കുവാൻ തക്കണ്ടിയായി തീർന്നത്. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനോ ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. സ്വർഗമോ സഭ സ്വർഗീയദാനം ആസ്വദിച്ചതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഉപദേശം വന്നപ്പോൾ അവരത് ഉപദേശമായിട്ട് അംഗീകരിച്ചു. കേട്ടോ, എഫെസോസ് സഭ സമ്മതിച്ചില്ല, അവർ വെറുത്തു. എന്നാൽ പെർഗമോസിന്റെ കാലഘട്ടമായപ്പോൾ അംഗീകരിച്ചു. ഒരുവൻ സ്വർഗീയ ദാനം ആസ്വദിച്ചതിന് ശേഷം പിന്മാറിപ്പോയാൽ, ഇനി അത് മാത്രമല്ല, ഈ പെർഗമോസ് സഭ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അക്കാലത്തെ ഉപദേശമാണ്, ശരീരം കൊണ്ട് പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഈ നിക്കോലാവ്യൻ പഠിപ്പിച്ചു. അത് നമ്മൾ യേശുവിന്റെ രക്തത്താൽ അത് കഴിവ് പ്രാപിക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ള നിലയിലും ഇവൻ ഉപദേശം കൊണ്ടുവന്നവനാണ്. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നോളും, അകം വീണ്ടെടുത്തിരിക്കുകയാണ്, ശരീരം കൊണ്ട് എന്ത് ചെയ്താലും. ഇതായിരുന്നു ഇവന്റെ ഉപദേശം. ആ ഉപദേശം പ്രകാരം ഇന്നും
ചെയ്യുന്നവരുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായം 15 മുതലുള്ള വാക്യം വായിച്ചേ. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളപ്പിച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനും ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ ഉപദേശം ഉണ്ടല്ലോ AD 325 അന്ന് കൂടിയ നിക്ക കൗൺസിലിലെ ഈ നിക്കോലാവിൻ ആരംഭിച്ച ഈ ഉപദേശം നമ്മുടെ സഭാചരിത്രം പഠിച്ചു നോക്കുമ്പോൾ കടന്നു വരുവാൻ തക്കോടെയായി. സഭ മാലിന്യപ്പെട്ടു പോയി. പെർഗമോസ് സഭ ആ കാലയളവ്, അത് 312 മുതൽ 606 വരെയുള്ള കാലഘട്ടത്തിൽ സഭ മാലിന്യപ്പെടാൻ തുടങ്ങി. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരെ ആരാധിക്കുന്നത് തുടങ്ങി. ഈ നിലയിൽ ഇതെല്ലാം നിക്കോലാവിന്റെ ഉപദേശമാണ്. മറിയോടുള്ള പ്രാർത്ഥന, ഞാൻ യാക്കോബുകാരനായിരുന്നു, നന്മ നിറഞ്ഞ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്ത് തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ, ആമീൻ. മറിയ തമ്പുരാന്റെ അമ്മയല്ല, ദൈവത്തിന്റെ അമ്മയല്ല. യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കാൻ വേണ്ടി അതേ ഒരു പാത്രത്തെ തെരഞ്ഞെടുത്തതാണ്. ഒരു വിശുദ്ധ സ്ത്രീയാണ്, തമ്പുരാന്റെ അമ്മയല്ല. യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിലയിൽ അതേ തമ്പുരാനോട് അമ്മ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടുവന്നു. മറിയോടുള്ള പ്രാർത്ഥന, പുരോഹിതന്മാരുടെ വേഷം കൊണ്ടുവന്നു. ഈ കാലഘട്ടത്തിൽ അന്ത്യകൂദാശ നിർവഹിക്കുക, ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി അവസാനം കൊണ്ട് മരിക്കാറാകുമ്പോൾ അന്ത്യകൂദാശ നടത്തുക. കർത്തൃമേശ ദിവ്യ ബലിയായിട്ട് മാറ്റി, അതൊരു യാഗമായിട്ട് മാറ്റി കേട്ടോ. പിന്നെ തൈലാഭിഷേകം നടത്താൻ തുടങ്ങി. ഈ നിലയിലുള്ള പഴയ നിയമത്തിലെ അനേക കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് സ്ഥാപിച്ച ഉപദേശമാണ് അത് നിക്കോലാരുടെ ഉപദേശം. എന്നിട്ട് ഈ 2 ഉപദേശമാണ് ഇവർക്കുണ്ടായിരുന്നത്. ബലയാമിന്റെ ഉപദേശം ദുർനടപ്പ് ആചരിക്കുക, അതുപോലെ തന്നെ വിഗ്രഹാരാധന എല്ലാം ഈ കാലങ്ങളിൽ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കേണ്ടതായി. പ്രത്യേകിച്ച് കുസ്തന്തീനോസിന്റെ കാലഘട്ടമായപ്പോൾ സഭ കൂടുതലായിട്ട് മലിനപ്പെടുവാൻ തക്കണം ഇടയായി തീർന്നു. കുസ്തന്തീനോസ് ചെയ്ത നല്ല കാര്യമാണ്. താന് സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് പിന്നീട് പഠിക്കാം. അതേ ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിന് കടന്നു പോയപ്പോൾ 6 പ്രാവശ്യം തോറ്റുപോയി. 7ാമത് താൻ നോക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു എട്ടുകാലി ഒരു വല കെട്ടാൻ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടിയിട്ട് 6 പ്രാവശ്യം ചാടിയിട്ട് കിട്ടിയില്ല. 7ാമത്തെ പ്രാവശ്യം ചാടിയപ്പോൾ അത് കിട്ടി. ഇത് തന്റെ മനസ്സിൽ കൊണ്ടു. താൻ രാത്രി കണ്ടപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നീ കുരിശു മാറ്റി യുദ്ധത്തിന് കടന്നു പോവുക, നീ ജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് കുരിശുമായിട്ട് പട്ടാളക്കാരുടെ തോക്കിലെല്ലാം അദ്ദേഹം കുരിശു വരച്ചിട്ട്, ആയുധങ്ങളെല്ലാം കുരിശു വരച്ചിട്ട് ആ കുരിശിന്റെ രൂപം അവരുടെ യൂണിഫോമിൽ വരച്ചു വെച്ച് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിന് ജയിച്ചു. അങ്ങനെ ജയിച്ചു വന്നപ്പോൾ അതുവരെയും ക്രിസ്ത്യാനികൾക്കെല്ലാം വലിയ മതപീഡനം. അദ്ദേഹം ചെയ്തത് ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താൻ അതിനുശേഷം ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്തുള്ളവരെല്ലാം ക്രിസ്തുമതം സ്വീകരിക്കണം, ക്രിസ്ത്യാനികളാകണമെന്ന് താൻ പ്രഖ്യാപിച്ചു. അങ്ങനെ തൻ്റെ സൈന്യങ്ങളും പട്ടാളക്കാരും എല്ലാവരും സാമാന്യ ജനങ്ങളും എല്ലാം തൻ്റെ വിളംബര പ്രകാരം കർശനമായിട്ട് പറഞ്ഞു എല്ലാവരും ക്രിസ്തുമതം സ്വീകരിക്കണം. വീണ്ടും ജനിക്കാതെയാണ് ഒത്തിരി പേര് വന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കുണ്ടായ മതപീഡനം അതോടെ അവസാനിച്ചു. അതുവരെ ക്രിസ്ത്യാനികളെ വളരെ നീചരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരെ കൊണ്ട് അടിമവേല. ഞാൻ നോർത്ത് ഇന്ത്യ ജീവിച്ചവനാണ്. അവിടെ ക്രിസ്ത്യാനികളൊക്കെ തോട്ടികൾ എന്ന പേരിനാൽ ഓരോ ഗ്രാമത്തിലൊക്കെ ഞാൻ ഓരോ 250 ഗ്രാമങ്ങളിൽ ട്രാക്ടറിംഗ് കൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. അവരെയൊക്കെ പോയി കണ്ട് ഞാൻ ഓരോരുത്തരും പ്രാർത്ഥിക്കുമായിരുന്നു. അവരൊക്കെ ജീവിക്കുന്ന അവരുടെ വിശ്വാസം കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. അതിലൊക്കെ നമുക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടോ? അവർക്ക് ആ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറഞ്ഞ പോലെ അന്ന് റോമാക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ വെറും അടിമകളെ പോലെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കുസ്തന്തീനോസ് പറഞ്ഞ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾക്കെല്ലാം ഉന്നതമായ കസേര ഓഫീസിൽ കൊടുത്തു. പള്ളികൾ പണിയാൻ തക്കുന്ന അനുവാദം കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. ക്രിസ്തുമസ് എന്ന ദിവസം കൊണ്ടുവന്നു, ഡിസംബർ 25-ാം തീയതി. അത് സൂര്യദേവന്റെ ദിവസമായിരുന്നു. അത് മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ ദിവസമായി ജന്മമായിട്ട് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സൂര്യദേവനെല്ലാം ആരാധിക്കുന്നത്. ക്രിസ്തുമസിന്റെ ദിവസം
ഒരു കേക്ക് കഴിക്കുന്നുണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അന്ന് കുസ്തന്തീനസ് കൊണ്ടെന്നാ നമ്മൾ യാക്കോബായ സമുദ്രത്തിൽ ഞാനായിരുന്നപ്പോൾ മശിഹായെ സ്വീകരിക്കുന്നു, സാത്താൻ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്നു. ക്രിസ്തുമസിന്റെ ദിവസം അദ്ദേഹം സൂര്യദേവന്റെ ദിവസം മാറ്റിയിട്ട് ക്രിസ്തുവിനെ അവിടെ കൊണ്ട് സ്ഥാപിച്ച് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആക്കിയത് അദ്ദേഹമാണ്. ക്രിസ്ത്യാനികൾക്കെല്ലാം നല്ല ഓഫീസേഴ്സ് ആക്കി, രാജ്യത്ത് ഉന്നതമായ ജോലിക്കയറ്റം കൊടുത്തു, പള്ളികൾക്കെല്ലാം കരം കൊടുക്കണ്ടെന്നാക്കി കളഞ്ഞു, ടാക്സ് എക്സംഷൻ കൊടുത്തു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ സഭയ്ക്കകത്ത് ജാതീയ ദേവന്റെ ആരാധനയെല്ലാം ആ കാലത്ത് വന്നു ചേർന്നാണ് ഈ സമയത്ത് നമ്മളിവിടെ കാണുന്നത്. ഈ രണ്ട് ഉപദേശമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് കേട്ടോ. ബെലയാമിന്റെ ഉപദേശം, ദൈവത്തിന് സ്തോത്രം, അത് എന്താണ്? ദുർനടപ്പാചരിക്കുക, അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം തിന്നുക. അതൊക്കെ ഇന്ന് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ഇവിടെ അടുത്തായിട്ട് വായിക്കുന്നത് ഈ സഭയോട് പറയുന്നത് എന്താണെന്നറിയാമോ? അടുത്തത് അവർക്ക് കൊടുക്കുന്ന ഒരു ഗുണദോഷമാണ്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഒരവസരം കൊടുക്കുന്നുണ്ട്. മാനസാന്തരപ്പെടുക കേട്ടോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ കടന്നു വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവ് അവസരം കൊടുക്കുകയാണ്. അത് നിക്കോല്ലാവരുടെ ഉപദേശം അംഗീകരിക്കാനോ സഹിക്കാനോ പാടില്ല. അത് തെറ്റാണ്. ഉപദേശ വിഷയത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളെ മാറ്റി വേറെ ഉപദേശം കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ എതിർക്കണം. വിശുദ്ധിക്ക് വേണ്ടി നേരെ നിൽക്കണം, എതിർക്കണം. ഇപ്പോൾ കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ തക്കണം ഉത്തമിക്കുകയാണ്. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവ് ഉപയോഗിക്കുന്ന പദം കണ്ടോ? വായിലെ വാളുകൊണ്ട് പോരാടും. അതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് നിന്ന് സംസാരിപ്പാൻ തക്കൊണ്ടുണ്ട്. വാളുകൊണ്ട് പോരാടും. കർത്താവ് പ്രത്യക്ഷപ്പെടും തന്നെ മൂർച്ചയുള്ള ഇരുവായത്തുള്ള വാള ഉള്ളവൻ അരുളി ചെയ്യുന്നതല്ലേ? അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാള് കൊണ്ട് അരുളി ചെയ്യുന്നത്. എന്താണ് ആ വാളെന്ന് നമ്മൾ ചിന്തിച്ചതാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ വാളാകുന്ന വചനം കൊണ്ട് പോരാടും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഒടുക്കത്തെ നാളിൽ അവരെ ന്യായം വിധിക്കും. എന്റെ വായിലെ വചനം കൊണ്ട്, അതൊരു വാളാണ്, അന്ന് അവരെ ന്യായം വിധിക്കും. ഒടുക്കത്തെ നാൾ, ഒരു ഒടുക്കത്തെ നാളുണ്ട്. ഈ വചനം എല്ലാം കേട്ടിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും. ഈ വചനമൊക്കെ അയച്ചിട്ട്, ഈ വചനമൊക്കെ പറഞ്ഞിട്ട് അവരത് കേൾക്കുന്നില്ല. ഒടുക്കത്തെ നാളിൽ ഈ വചനം വെച്ചാണ് നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത്. ഈ വാളെന്താണ്? എബ്രായർ 4:12 വായിച്ച്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരുവായുത്തലുള്ള വാളാണിത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം എന്നെയും വെട്ടും നിങ്ങളെയും വെട്ടും. രണ്ടു വശത്ത് മൂർച്ചയുണ്ട്. വചനം സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇതൊന്നും സംസാരിക്കുന്ന ആളിനെ ബന്ധപ്പെടുത്തുന്ന വിഷയമല്ലെന്നാ ചിന്തിക്കും. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം കൊള്ളരുതാത്ത പോലെ കാത്തുകൊണ്ടാൽ, ആ നിലയിൽ പോയാൽ ഈ വാള് എന്നെയും വിട്ടും ന്യായം വിധിക്കും. ഒടുക്കത്തെ നാളിലാണ് ഇതെല്ലാം വെളിപ്പെടാൻ പോകുന്നത്. എൻ്റെ വചനം കൊണ്ട് ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. വാളുകൊണ്ട് ന്യായം വിധിക്കും. ബെലയാം എങ്ങനെയാണ് ധരിച്ചത്? അത് സംഖ്യാപുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. സംഖ്യ 31:8. ലിഖിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിഥ്യാന്യ രാജാക്കന്മാരായ ഏവി, വെക്കം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെ കൊന്നു. ബേരിന്റെ മകനായ ബെലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. വാളുകൊണ്ട് കൊന്നു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ബെലയാമിനെ മടങ്ങി പോകാമായിരുന്നല്ലോ. ദൈവം എത്ര മുന്നറിയിപ്പ് കൊടുത്തു. ദ്രവ്യാഗ്രഹം മനസ്സിൽ കയറി. വെളിപ്പാട് സംഖ്യാപുസ്തകം 22:31 വായിച്ചേ. 31 വായിച്ചേ. 22:31.
അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നോക്കണമേ, യഹോവയുടെ ദൂതൻ വാളുകൊണ്ട് നിൽക്കുകയാണ് അവിടെ, വാളുകൊണ്ട്. പിന്നെ മടങ്ങിപ്പോരുതാഞ്ഞോ? മടങ്ങിപ്പോവാൻ അവസരം കൊടുത്തില്ലേ? ചാൻസ് കൊടുക്കാഞ്ഞിട്ടാണോ? നീ പോരെന്ന് പറഞ്ഞല്ലേ? പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചോണ്ടല്ലേ പോയത്? പണക്കൊതി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷം കാരണമല്ലോ. ബിലെയാമിന് ദൈവം അവസരം കൊടുത്തതാണ്. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ അതാ ദിവസത്തെ ആവശ്യങ്ങൾ തന്ന് പോറ്റി പുലർത്തും എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവമാണ് നമ്മളുമായിട്ട് ബന്ധമുള്ളത്. നമുക്ക് ദൈവത്തോടാണ് കാര്യമുള്ളത്. നമ്മുടെ കാര്യം ദൈവത്തോട് അറിയിക്കാൻ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇവൻ പോകുന്ന കാര്യത്തിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി യഹോവയുടെ ദൂതൻ വന്നിരിക്കുകയാണ്. അന്നേരം എന്നാൽ പറയണ്ടേ, ഞാൻ എന്നാ പൊക്കോളാം, തിരിച്ചു വെക്കളാം, അങ്ങേക്ക് ഇഷ്ടം അല്ലെങ്കിൽ തിരിച്ചു വെക്കളാം എന്ന് പറയണ്ടേ? ഇവൻ അതിനൊന്നും നിൽക്കുന്നില്ല. അവന് പിന്നെയും പോണം. അതാണ് അനുഭവിച്ചത്. അവിടെ ചെന്ന് അവൻ ബിലെയാമിന്റെ ഒരു ഉപദേശം കൊടുത്തു. അയ്യോ, എന്തൊരു കഷ്ടപ്പെട്ട ഒരു ഉപദേശമാണ്. അതുപോലെ തന്നെ അതേ ദുർനടപ്പാചരിക്കാൻ, ഇണയല്ല പിണകൂടുവാൻ, ദൈവത്തിന്റെ ജനമായ പരിശുദ്ധി, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ അവരുടെ വിശുദ്ധി കളയുമാറ് അവരെ തകർത്ത് കളഞ്ഞവനാണ് ബിലെയാം. അവൻ പറഞ്ഞു, ഞാൻ ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കട്ടെന്ന്. നമ്മൾ വായിച്ച കേട്ടില്ലേ? 31-ാം അധ്യായം സംഖ്യാപുസ്തകം 31-8 അതേ മിദ്യാനിയനുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെയുള്ള 5 രാജാക്കന്മാരെയും കൊന്നു. അവരുടെ കൂട്ടത്തിൽ ഇവനെയും വാളുകൊണ്ട് ദൈവം കൊന്നു. ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. വെളിപ്പാട് പുസ്തകം 1:16 നമുക്കത് കാണുവാൻ കൊണ്ട് കഴിയുന്നില്ലേ? 1:16 വായിച്ച 1:16 വായിച്ചേ. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള് പുറപ്പെടുന്നു കർത്താവിന്റെ വായിൽ നിന്ന്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ വാളിന് കർത്താവ് മൂർച്ച കൂട്ടും. നമ്മൾ ജീവിതത്തിൽ അധപ്പതിച്ചു പോകുമ്പോൾ, തെറ്റായ വഴി കൂടെ പോകുമ്പോൾ ദൈവം നമ്മളെ ഗുണദോഷിക്കത്തില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. പിണങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അത് ഒരിക്കൽ ഭാര്യയോട് പിണങ്ങി വായിൽ അസഭ്യമെല്ലാം പറഞ്ഞ് ഒരു വിശ്വാസി ഇനി ഇവളോട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഒരു കയറും എടുത്തുകൊണ്ട് കെട്ടിയാന്നിക്കാൻ പോവാം. കെട്ടിയാന്ന് കയറും കൊണ്ട് പോയ സമയത്ത് ഒരു മഴ പെയ്ത്, ആ മഴ പെയ്ത സമയത്ത് പുള്ളി തിരിച്ച് വീട്ടിൽ കയറിയിട്ട് ഒരു കുട എടുത്തുകൊണ്ട് പോകുന്നു. കെട്ടിയാന്ന് പോകാൻ പോവാം. അപ്പൊ വഴിയെ പോകുന്ന ഒരാൾ ചോദിച്ചു, എന്ത് എവിടെ പോവാ? ഞാൻ കെട്ടിയാന്ന് ഞാൻ പോവാം. കുടയും പിടിച്ചോണ്ട് വല്ല കോൾഡും പിടിച്ചാലോ? കോൾഡ് പിടിക്കാതിരിക്കാൻ തക്കണം കെട്ടിയാന്ന് ഞാൻ പോവാ. ഇതുവല്ല അറിയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാനാ പോരെ? ഇതുപോലുള്ള ആൾക്കാര് ശുപ്രകോപം കൊണ്ട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടും, പല പ്രാവശ്യം മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പാപം തുറന്നുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കാരണഭൂതരായി തീരും എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് മാനസാന്തരപ്പെടുക. 5 സഭകളാണ് മാനസാന്തരപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്. എഫെസോസ് സഭയോട് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നില്ല. 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പെർഗമോസ് സഭയോട്, 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ തുയത്തൈര സഭയോട്, 3-ാം അധ്യായം 3-ാമത്തെ വാക്യം സർദി സഭയോട്, 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ലവോദിക്ക സഭയോട്. ഈ 2 സഭകളോട് പറഞ്ഞിട്ടില്ല. ഒന്ന് സ്മിർന സഭയോടും പറഞ്ഞിട്ടില്ല, ഫിലദൽഫിയ സഭയോടും പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതം ആ സഭക്ക് ആസൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. പല പ്രാവശ്യം വാണിംഗ് തന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം, ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അതെ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചേ. യാക്കോബ് 5:9. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങി പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. നോക്കണമേ, ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോരുത്. ന്യായാധിപൻ വാതിക്കൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനന്യാസും സഫീറയും നമ്മൾ അപ്പോസ്തലർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? അനന്യാസിന്റെ സഫീറയുടെ കാര്യം വലിയ ഉണർവുണ്ടായപ്പോൾ എല്ലാവരും നിലം വിൽക്കാൻ കൊണ്ടും നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലത്ത് കൊണ്ട് വെച്ചു. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശമല്ല. നിലെല്ലാം വിറ്റ്
ഓരോരുത്തരും പെട്ടെന്ന് ചാടി അതേ സുവിശേഷത്തിലേക്ക് വെളി ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ വസ്തുവകയെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് ചെലവാക്കി അതേ പിന്നെ ഒരു വസ്തു മേടിക്കാൻ നടക്കുന്ന ആൾക്കാർ. അവർക്ക് നല്ല സ്വത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം ആറും പട്ടിണി. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഒരു ഉപദേശമല്ല, അവരോട് തന്നെത്താൻ തീരുമാനിച്ചാണ്. ഞാന് 76 വയസ്സുള്ള ഞാന് ഇതൊക്കെ ഞാൻ വർക്കേഴ്സ് മീറ്റിംഗ് ക്ലാസ് എടുക്കുന്നതാണ്, പാസ്റ്റേഴ്സ് മീറ്റിംഗ്. അതേ നമ്മൾ പെട്ടെന്ന് ചാടി ഒടും തന്നെ തീരുമാനം എടുക്കരുത്. അതേ എല്ലാം വിറ്റ് അത് കൊടുത്ത് ഒന്നുമില്ലാത്തവരായി ജീവിച്ച് കുഞ്ഞുങ്ങളും പട്ടി കിടന്ന് ഭാര്യയും പട്ടി കിടന്ന് തുണിയും കൊടുക്കാനില്ലാതെ വിഷമിക്കുന്ന അനന്യാസ സഫറെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത അപ്പോസ്തലന്മാരെല്ലാം കൊണ്ടുവെക്കുന്നു. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശമല്ല, ഇവർ തന്നെത്താൻ ചെയ്ത ഉണർവ്. കാരണം കർത്താവ് ഇപ്പം വരും, അതുകൊണ്ട് ഇനിയും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചവരാ. അവസാനം എന്താണ് സംഭവിച്ചത്? സഭയെ പ്രശ്നമായതാണ് നമുക്കറിയാം. ഇവിടെ അനന്യാസും സഫീറയും 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. 6-ാം അധ്യായം ഇപ്പം പിറുവിറുപ്പായി. 5-ാം അധ്യായത്തിൽ അവർ അങ്ങനെ വസ്തു വിറ്റപ്പം വലിയൊരു എമൗണ്ട് കിട്ടി. വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുഴുവൻ കൊണ്ട് പാഷയുടെ കൊടുത്താൽ എന്തോ തോന്നും, അത് കൊടുത്താൽ പുള്ളി എങ്ങനെ അതുകൊണ്ട് എന്തോ ചെയ്യും. ഇതാണ് ഇവരുടെ മനസ്സിൽ കിടന്ന പരീക്ഷണം. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം ഒളിച്ചു വെച്ചിട്ട് ഒരു നല്ലൊരു എമൗണ്ട് കൊണ്ടാണ് ആലയത്തിലേക്ക് കടന്നു വന്നത്. അനന്യാസ് അങ്ങോട്ട് കയറി ചെന്ന് ഉടനെ ചോദിച്ചു, ഇത്രയ്ക്കോ തലപ്പിച്ചത്? അവൻ പറഞ്ഞു, ഇത്രയ്ക്ക് തന്നെ. ഉടനെ അവനോട് പറഞ്ഞ വാക്കുകള് നിങ്ങൾ അവിടെ ആ ഭാഗങ്ങള് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. അതേ അനന്യാസേ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവിനോട്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞിട്ടോ അവിടെ ഉണ്ട്, ദൈവത്തോട്. പിന്നെ അതേ സഫീറയോട് പറയുന്നു, കർത്താവിനോട് നീ വ്യാജം കാണിച്ചു. സഫീറ കുറച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇത്രയ്ക്കോ നിലം വിറ്റെന്ന് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു, ഇത്രയ്ക്ക് തന്നെ. വായെടുത്ത കള്ളം പറയുന്ന ഭാര്യയും ഭർത്താവും നിങ്ങൾ തമ്മിൽ ഇത് ഒത്തതുണ്ട്. 3 പേരോടാണ് ഇവർ അതേ വഞ്ചന കാണിച്ചത്. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിത്വം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അനന്യാസേ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. രണ്ടാമത്, നീ ദൈവത്തോട് വ്യാജം കാണിച്ചു, പിതാവാൻ ദൈവത്തോട്. സഫീറ വന്നപ്പോ ചോദിച്ചത്, നീ കർത്താവിനോട് വ്യാജം കാണിച്ചു. നിങ്ങൾ ഒത്തതെന്ത്? അവരുടെ ശവസംസ്കാര ശുശ്രൂഷ ഇന്നത്തെ രീതിയൊന്നും അല്ലായിരുന്നല്ലോ അന്നത്തെ കാലം. അതെ, അന്ന് പെട്ടെന്ന് അവരെ കൊണ്ട് കുഴിച്ചിട്ടു. അവള് പോലും അറിയാതെ ഭർത്താവിനെ കൊണ്ട് കുഴിച്ചിട്ടു, പിന്നെ ഇവളെയും കൊണ്ട് കുഴിച്ചിട്ടു. ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കർത്താവിനോടും വ്യാജം കാണിച്ച പരിപാടിയാണ് അനന്യാസും സഫീറയും. ദ്രവ്യാഗ്രഹം കൂടിപ്പോയതാണ്. ദൈവത്തിന് സ്തോത്രം. ആലപ്പുഴ ഒരച്ചായൻ ഒരു ബിസിനസ് നടത്തിയിട്ട് അവർ തീരുമാനിച്ചു, പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. 10-1 വെച്ച് ഞങ്ങൾ തന്നിരിക്കും. 10-1. അദ്ദേഹത്തിന്റെ ബിസിനസ് അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ആദ്യമേ 100 രൂപ ദശാംശം കൊടുക്കാനിടയായി. പിന്നെ അതങ്ങോട്ട് വർദ്ധിച്ച് 1000-ആയി, 5000-ആയി, 10,000 കൊടുക്കത്തപ്പോൾ അപ്പോഴത്തേക്ക് പുള്ളിയും ഭാര്യം കൂടെ ചിന്തിച്ചു, ഇത്രയും കൊണ്ട് കൊടുത്ത് പുള്ളി എന്തെടുക്കണം? പാവപ്പെട്ട ഉപദേശി. അതേ 10,000 കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ പുള്ളി കിടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇതങ്ങോട്ട് കൊടുത്തതേ. ഉടനെ പാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. ഉപദേശിക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ദാസൻ ആദ്യമേ 100 രൂപ ആയിരുന്നല്ലോ ദശാംശം കൊടുത്തത്, ഇപ്പോൾ അതേ കൂടിയ എമൗണ്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മനസ്സ് കിടന്ന് വിഷമിക്കുന്നു. അതുകൊണ്ട് നിന്റെ മകന്റെ വിഷമത്തെ മാറ്റണമേ. ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന 100 രൂപ ദശാംശം കൊടുക്കത്തക്കൊണ്ടും നിന്റെ മകന്റെ ബിസിനസ് ഒന്ന് ക്രമീകരിക്കണമേ എന്ന് പറഞ്ഞു. അയ്യോ പാസ്റ്റർ അങ്ങനെ ചെയ്യരുത്. ദൈവത്തിന്റെ പൈതൽ പാസ്റ്ററുടെ കാര്യം ദൈവം നോക്കിക്കോളും. അതേ, നീ ദൈവത്തിന്റെ കാര്യം നോക്ക്, വാക്ക് പറഞ്ഞ കാര്യം നോക്ക്. പാസ്റ്ററെ അതേ കുറ്റം വിരിക്കാതെ ദൈവദാസന്മാർക്ക് കീഴടങ്ങി സന്തോഷത്തോടെ പോകുവാൻ തക്കണമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ആകയാൽ മാനസാന്തരപ്പെടുക, ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു. ഈ വാളിനെ കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ എന്താ വായിക്കുന്നത്? യെശയ്യാപ്രവചനം 49:2 വായിച്ചു. കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. നമുക്ക് 3 പേരുണ്ട്. ലാലിയും നന്നായിട്ട് പേര് നല്ലൊരു സ്ഫുടമായിട്ട് വായിക്കുന്നവരാണ്. അവനെന്റെ ലാലി അതൊന്നൊന്ന് വായിച്ചേ. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. അവനെന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ എന്താണ് ഈ മൂർച്ചയുള്ള വാള്? എന്താണ് മൂർച്ചയുള്ള വാള്? വചനമാണ്. വചനം സംസാരിക്കാൻ തക്കണം വായെ മൂർച്ചയുള്ള വാളാക്കി. അതുകൊണ്ട് യെശയ്യാവിന് എന്താ പറ്റിയത്?
യെശയ്യാവിന്റെ മരണം നിങ്ങളൊന്ന് ചരിത്രം പഠിക്കുമ്പോൾ നോക്കണം. അവനെ 2 തടിയുടെ ഇടയിൽ പിടിച്ചു കെട്ടിയിട്ട് യെശയ്യാ പ്രവാചകനെ അതേ തടി അറുക്കുന്ന പോലെ വാളിന്റെ വാൾത്താല കൊണ്ട് അറുത്തു കൊല്ലുകയായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ചിലർ ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, ചിലർ തീയുടെ വെള്ളം കെടുത്തി, ചില സിംഹങ്ങളുടെ വായ അടച്ചെന്ന് എബ്രായ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടിക പറയുന്നില്ലേ? അതിൽ ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രവാചകനായ യെശയ്യാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ കൊന്നത് ആ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ എന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി ദൈവം കൊടുത്ത വചനം ശക്തമായി ഘോഷിപ്പാൻ തക്കൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത യെശയ്യാവിന് നാക്കിൽ വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതേ ആ നാക്കിൽ വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കടിയായി ഇടത്തോട്ടോ വലത്തോട്ടോ യഹോവ അരുളി ചെയ്യുന്നു. അതിന് വേണ്ടി ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നത് 2 തടിയുടെ ഇടയ്ക്ക് പിടിച്ചു കെട്ടിയിട്ട് തടി അറുക്കുന്ന പോലെ ഈർച്ചവാളാൽ അറുത്താണ് യെശയ്യാവിനെ കൊന്നത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി. 1 കൊരിന്ത്യർ 11:31 വായിച്ച്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ നീ കുഴപ്പമൊന്നുമില്ല, ഞാൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ് നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കുന്നവൻ കർത്താവാകുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 8-9 വായിച്ച്. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരിക്കും, ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ആദ്യം ഒരു ലേഖനം എഴുതിയല്ലോ, ആ ലേഖനം നിങ്ങളെ ദുഃഖിപ്പിച്ചു. കാരണം ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. 1-9 അധ്യായം വായിച്ചു. ആ പാപം കൊരിന്ത്യ സഭ മറച്ചു വെച്ച് അവനും സഭയിലെ ഒരു വിശ്വാസിയായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ശാസിക്കുന്നില്ല. ഇത് പൗലോസ് അറിഞ്ഞപ്പോൾ ഒരു ലേഖനം എഴുതി, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. ദുർനടപ്പ് സഭയിൽ വന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായം തോന്നുന്നു, ദുർനടപ്പ് വന്നു. അത് വലിയ കോളിലൊക്കെ അവിടെ സൃഷ്ടിച്ചു. ഇവനെ മാറ്റാൻ വലിയ വിഷമമായിരുന്നു. പക്ഷേ അവനെ മാറ്റാൻ തക്കണം ഫൈനൽ പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അനുദപിച്ചു, കരഞ്ഞു. അവൻ സഭയിലെ ഒരംഗമായി. ഏതു മനുഷ്യൻ വീണു പോയാൽ അവനെ തള്ളിക്കളയരുത്, അവനെ യഥാസ്ഥാനപ്പെടുത്തണം. സഹോദരന്മാരെ, നിങ്ങളുടെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുകയും. അവര് ഈ വചനം, ഈ ലേഖനം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അവൻ കരഞ്ഞ് അവനെ പിടിച്ചു മുടക്കുമെന്നായി കഴിഞ്ഞപ്പോൾ അവൻ അനുദപിച്ച് അനുതാപത്തോടെ വന്നു. 2 കൊരിന്ത്യരായപ്പോഴത്തേക്ക് അവൻ സഭയിലെ ഒരു നല്ല വിശ്വാസിയായി മാറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ എഴുതിയ ലേഖനം കൊണ്ട് ആ വചനമാകുന്ന വാൾ ഉപയോഗിച്ച് വെട്ടിയപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി, നിങ്ങളെ സഭയായിട്ട് ദുഃഖിപ്പിച്ചെങ്കിലും പിന്നത്തേതിൽ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളുടെ സഭ നേരെ വന്നിരിക്കുന്നു, കൂട്ടായ്മ നേരെ വന്നിരിക്കുന്നു. വചനത്തിൽ നമ്മൾ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ കയ്യിൽ വാളുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ച്. 19-15. പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യപരമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 19-ാം അധ്യായം 11 വരെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പരസ്യപരമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടമുണ്ട്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രഹസ്യവരവ്, 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പരസ്യവരവ്. അന്ന് പരസ്യമായി വെളിപ്പെടുമ്പോഴാണ് ഹർമഗദോൻ യുദ്ധം നടക്കുന്നത്. ഇപ്പൊ നടക്കുന്ന യുദ്ധം ലോകമഹായുദ്ധമാകുമെന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ശാന്തമാകും. ഇറാന്റെ ശക്തി അത് തളരും. ഇപ്പോൾ അവർ പല നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരല്പകാലം കൂടെ ഉള്ളൂ. ഈ യുദ്ധത്തിന് ഒരു വിരാമം വരാൻ തക്കൊണ്ട് പോവുകയാണ്. അതാണ് ദൈവജനം പ്രാർത്ഥിക്കുന്നത്. ഇറാൻ തിരുവചനം വിളിച്ചെന്ന് പറഞ്ഞാൽ അതേ മെസ്സേജ് എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്.
അതൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇറാഖ് തിരുവചന വെളിച്ചത്തിൽ ഞാനൊന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ നടന്നു. അതും യൂട്യൂബിൽ കിടപ്പുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഒരു കാലത്ത് വലിയ ഒരു ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, മേദ്യ പാർസ്യ, അതിനകത്ത് പറഞ്ഞ പേർഷ്യ, അതാണ് ഇന്നത്തെ ഇറാൻ. ഒന്നാമത്തെ രാജ്യം ബാബിലോൺ, അതാണ് ഇന്നത്തെ ഇറാഖ്. ഇതിനെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായി 2 രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ കോലാഹലങ്ങളും ഈ മിസൈൽ വിടലും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അന്തം വരാൻ തക്കൊണ്ട് പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെയധികം യുദ്ധഭീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമക്കൾ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ വെളിപ്പാട് പുസ്തകം 19 ഇനി 3 യുദ്ധങ്ങളാണ് നടക്കാനുള്ളത്. ഒന്ന് റഷ്യ ഇസ്രായേൽ യുദ്ധമാണ് നടക്കാനുള്ളത്, അത് താമസിയാതെ നടക്കും. രണ്ടാമത് നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. റഷ്യ ഇസ്രായേൽ യുദ്ധം അത് എസെക്കിയേൽ 38-39 അധ്യായങ്ങളിൽ കാണുന്നു. അത് രാജ്യങ്ങൾ സഹിതം നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിലേക്കൊന്നും നമ്മൾ തൊട്ടിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. രണ്ടാമത്തെ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ്. അതാണ് മൂന്നാമത്തെ യുദ്ധം. അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. അതാണ് 19 അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആ സന്ദർഭം, അന്തിക്രിസ്തുവും കൂട്ടനും കർത്താവിനോട് യുദ്ധം ചെയ്യാൻ തക്കണ കടന്നു വരുന്ന ആ യുദ്ധമാണ് വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ വന്നിരിക്കുന്നത്. 6ാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി. ഇതെല്ലാം അതേ ബാബിലോണോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ കിഴക്കിന്റെ രാജാക്കന്മാർ, അവിടെ വായിക്കുന്ന കിഴക്കിന്റെ രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് പോകുന്നു. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം യുദ്ധം ചെയ്യാൻ തക്കൊണ്ണം ഹർമഗദോൻ താഴ്വരയിലേക്ക് കടന്നു വരുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. അവിടെ പ്രത്യേകം പറയുന്നു, ഹർമഗദോൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്ന ഹർമഗദോൻ യുദ്ധമാണ് വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ആ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാള് അവരെ പരാജയപ്പെടുത്തി കളയും. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാള് പുറപ്പെടുന്നു എന്നാണ് വായിക്കുന്നത്. താഴ്ത്തു വായിക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ പരാജയങ്ങളെല്ലാം അവിടെ കാണുവാൻ കഴിയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രതിഫലമാണ്. അത് എടുത്ത് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ സമയമായി. ഇന്ത്യൻ ടൈം ക്ലോക്ക് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ആ സമയം നോക്കിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിനും എൻ്റെ ഉടുപ്പെ പിടിച്ച് വലിച്ച് ഇരിക്കാനും വാച്ചെടുത്ത് കാണിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ഈ സെമസ്റ്ററിലെ ഒരു ക്ലാസ് പോലും മുടക്കാതെ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. എന്നെ ഈ 6 മാസം ക്ലാസ് എടുക്കുവാൻ തക്കൊണ്ണം എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജയിക്കിനോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. പാസ്റ്റർ ഷാജി കെ ദാനിയലിനോടും എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും പേരെ പരിചയപ്പെടുവാൻ ഞാൻ നിറഞ്ഞ കണ്ണുകളോടാണ് ഇപ്പോൾ പിരിയുന്നത്. അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ മോഹൻ ഇനിയുമുള്ള എന്നാണ് ഇനി അടുത്ത സെമസ്റ്റർ ആരംഭിക്കുന്ന അറിയത്തില്ല. അതേ നമ്മുടെ അഗാപ്പെ മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ. ഗ്രാജുവേഷൻ സെറമണിക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഷാജി കെ ദാനിയൽ പാസ്റ്റർ എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ പ്രായത്തിൽ ഇപ്പോൾ ദൂരയാത്ര പ്ലെയിനിൽ കുറച്ചിരിക്കുകയാണ്. മറ്റത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ യാത്ര ചെയ്യാൻ തക്ക ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രാജുവേഷൻ സെറമണിക്ക് വരത്തില്ല. ഞാൻ ആ ഗ്രാജുവേഷൻ സെറമണി ഏറ്റവും അനുഗ്രഹവും ഉചിതവും മാന്യവുമായി നടക്കുവാൻ തക്കൊണ്ട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഗാപ്പെ മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ദേവദാസന്മാരെ എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഈ 6 മാസം നമുക്കൊന്നിച്ചിങ്ങനെ ആയിരിക്കാൻ ദൈവടിയാക്കിയല്ലോ. എൻ്റെ ഫോൺ നമ്പർ ഇതുണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ലാലു പാസ്റ്റർ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഈ മിനിസ്ട്രി ശക്തമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിനെ വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ ദൈവം ഈ പ്രായത്തിലും വളരെ ശക്തമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം ദീർഘായുസ് കൊണ്ട് കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ.
അഗാപ്പെ മിനിസ്ട്രീസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവം സഹായിച്ചാൽ നമ്മൾ 1 മാസത്തെ ഏപ്രിൽ 25-നാണ് നമ്മുടെ ഗ്രാജുവേഷൻ. അതിനുശേഷം വീണ്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത സെമിസ്റ്റർ ആരംഭിക്കുന്നതാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ 3 അധ്യായം വരെ ചില അധ്യായങ്ങളെ പഠിപ്പിച്ചുള്ളൂ, ബാക്കി താൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. ഇന്നിതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകം നമ്മുടെ ഗ്രാജുവേഷന് വേണ്ടി അത് ഫോം ഫില്ല് ചെയ്യാത്തവർ ദയവായി ഫില്ല് ചെയ്യുക. നമ്മുടെ ഇതുവരെ 38 പേരുടെ സബ്മിഷൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിലും അവസാനം ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ കുറച്ചു പേരെന്ന് പറയുന്നത് പോലെ ഇത്രത്തോളം നിങ്ങൾ കാണിച്ച എല്ലാ ആത്മാർത്ഥയ്ക്കും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തന്ന് മാനിക്കട്ടെ. ഈ ദിവസത്തിലെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേക ഗൾഫ് കൺട്രീസ് ഞങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യം, ഇന്നിവിടെ ഭയങ്കര മഴയും കാറ്റുമാണ്, പ്രത്യേക സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രിയ വിനു ഒക്കെ ആയിരിക്കുന്ന സ്ഥലത്തും മഴയും കാറ്റുമാണെന്ന് ഞാൻ അറിയുവാൻ ഇടയാത്തീർന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഇപ്പോൾ പാസ്റ്റർ KA ഡേവിസ് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ കഴിഞ്ഞ 6 മാസവും കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ മുടക്കം കൂടാതെ പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങയുടെ വൃത്യനെ കർത്താവെ അങ്ങ് കരങ്ങളെടുത്തു ഉപയോഗിച്ചു. അതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിന്റെ വരെയും അത് നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു കർത്താവെ 5 കീഴങ്ങൾ ലക്ഷ്യം വെച്ച് കർത്താവെ അതിനുവേണ്ടി ഓടുവാൻ തക്കവണ്ണം, നല്ല ഓടുവാൻ തക്കവണ്ണം, ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളേവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് കർത്താവെ ഗ്രാജുവേഷൻ സെറമണിയും കർത്താവ് ഇത് കഴിഞ്ഞതിന് ശേഷം അതിലെടുത്തതിനെ ക്ലാസ് തുടങ്ങേണ്ടതിനെല്ലാം കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഇതിന്റെ പുറകിൽ പ്രവർത്തി എല്ലാ ദേവദാസന്മാരെയും അതിന്റെ ഫാക്കൽറ്റിയെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്ന് കർത്താവ് സംബന്ധിച്ച എല്ലാ ദേവദാസന്മാർ, ദൈവമക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. തിരുക്കാനിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ബൈബിൾ ക്ലാസ് കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. നമ്മള് ഗ്രാജുവേഷന്റെ മുമ്പ് ഒരു ദിവസം വീണ്ടും കൂടുന്നതാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ.